ഹലോ ഗൈസ്, വാട്സ് അപ്പ്? ഇന്നത്തെ പരിപാടി നമ്മൾ ടിങ്കുരിയെ കൊണ്ട് ഗ്രൂമിങ് ചെയ്യിപ്പിക്കാൻ പോവുക. കുറേ നാളായി ടിങ്കുരി ഒന്ന് നടിച്ച് കുളിപ്പിച്ചിട്ട്. അങ്ങനെ ടിങ്കുരിയെ കൊണ്ട് നമ്മൾ ഗ്രൂമിങ് ചെയ്യിപ്പിക്കാൻ പത്തനാപുരത്ത് ഹാപ്പി പൗസ് പെറ്റ് ഗ്രൂമിങ് സെൻ്ററിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലെ വിളിച്ച് ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് നല്ല മഴയായതുകൊണ്ട് നല്ല ലേറ്റ് ആയിട്ടാണ് നമ്മൾ ചെന്നത്. അവൻ്റെ ഹെയർ എല്ലാം നല്ലതുപോലെ വളർന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ അവനെ ഡിക്കിയിലിട്ടിട്ടാണ് കൊണ്ടുപോകുന്നത്. നമ്മളൊരു 12:15 ആയപ്പോഴത്തേക്ക് ഷോപ്പിലെത്തി. അപ്പോൾ അവിടെ ഒരു ഡോഗിനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് വെയിറ്റ് ചെയ്തു. എടാ, അങ്ങോട്ട് കയറ്റിയിടായിരുന്നു. അയ്യോ, അതിനെ കേട്ടിട്ട് പോവാ. കൂട്ടിലിട്ട് അവനത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൻ അവരെയൊക്കെ കണ്ട് ഭയങ്കര കുറേ ബഹളമൊക്കെ ആയിരുന്നു. ഒന്നും നടക്കത്തില്ലെന്ന് നമ്മൾ വിചാരിച്ചേ. എന്നാലും ആൾ മാസ്ക് ഒക്കെ ഇടാനൊക്കെ സമ്മതിച്ച്. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഫസ്റ്റ് അവിടെ നിന്ന് പോയ ഡോഗിൻ്റെ കരച്ചിലൊക്കെ കേട്ടിട്ട് അവനാകെ പേടിച്ച് വരണ്ടിരിക്കുമായിരുന്നു. അവൻ മാക്സിമം ആ മൗത്ത് കവർ ചെയ്തേക്കുന്ന മാസ്ക് ഊരിയെടുക്കാൻ നോക്കുമായിരുന്നു. നല്ല രീതിയിൽ ചീവി വൃത്തിയാക്കി. അവൻ ബാക്ക് സൈഡ് തുറന്ന് ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. നല്ല ഉടക്കം ഉണ്ടായിരുന്നു ഹെയറിലൊക്കെ. ബാക്ക് സൈഡ് പിന്നെ കെട്ടിയിട്ടാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. ഹെയർ കട്ട് ചെയ്തതിന് ശേഷം അവൻ്റെ ഇയറെല്ലാം ക്ലീൻ ചെയ്തു. അവിടുത്തെ ഓണറിനോട് അവൻ അത്ര അടുപ്പില്ലായിരുന്നു. പുള്ളിക്കാരി കാണുമ്പോൾ അവൻ കുറച്ച് നിൽക്കുമായിരുന്നു. അതിനുശേഷം അവൻ്റെ നെയിലെല്ലാം കട്ട് ചെയ്തു. നെയിൽ കട്ട് ചെയ്തപ്പോൾ ആൾക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അതിനുശേഷം അവൻ്റെ കാലിൻ്റെ അടിയിലത്തെ എല്ലാം ട്രിം ചെയ്ത് കളയായിരുന്നു. ട്രിമ്മറിൻ്റെ വൈബ്രേഷൻ കാരണം അവനെ തൊട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു. പുള്ളിക്കാരൻ പിന്നെ അവനെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് പിന്നെ മാസ്ക് എല്ലാം മാറ്റിയിട്ടാണ് അവനെ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുപോയത്. അവന് പിന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു. ആളുമായിട്ട് നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അവൻ ഷാമ്പും കണ്ടീഷണറൊക്കെ ഇട്ട് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരിപാടി മാത്രം അവൻ നല്ല സൂഖിച്ചാണ് അവിടെ ഇരുന്നത്. അതുവരെയുള്ള ഒരു പ്രശ്നം അവനില്ലായിരുന്നു. പിന്നെ ഒന്നും കൂടെ ഹെയറൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് വൃത്തിയാക്കി കോംബ് ചെയ്തെടുത്തിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണൊക്കെ നല്ല അടഞ്ഞു പോകുമായിരുന്നു. ലാസ്റ്റ് സ്പ്രേ ഒക്കെ അടിച്ച് ഫൈനൽ ടച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് അവൻ ശരിക്കും പോമായത്. അവനെ ഹാൻഡിൽ ചെയ്ത ആളുടെ കാര്യം വേണ്ടി പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല സൂപ്പറായിട്ടാണ് അവനെ ഹാൻഡിൽ ചെയ്ത്. ഞങ്ങൾ കടി കിട്ടൂ എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ആൾ നല്ല കൂളായിട്ടാണ് അവനെ ഹാൻഡിൽ ചെയ്തത്. നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. ഞങ്ങൾ വിചാരിച്ചതിൽ നല്ല വൃത്തിയാക്കി തന്നിട്ടുണ്ട് അവനെ ആ വന്ന കൊലത്തിൽ നിന്ന് ഇത്രയും വൃത്തിയാക്കി തന്നപ്പോൾ ഞങ്ങളും അവനും എല്ലാവരും ഒരുപോലെ തന്നെ ഹാപ്പി ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് അവർ ഗ്രൂമിങ് ചെയ്ത് തരുന്നത്. ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ടൈമാണ് അവനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. നേരത്തെ ഞങ്ങൾ ജസ്റ്റ് കോംബ് ചെയ്തും പിന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിടത്തേ ഉള്ളായിരുന്നു. ഇപ്പോൾ കൊണ്ടുപോയപ്പോൾ ഞങ്ങൾക്ക് പിന്നെയും അവനെ കൊണ്ടുപോയി ചെയ്യിപ്പിക്കണമെന്നൊരാഗ്രഹം തോന്നി തുടങ്ങി. താങ്ക്സ് ടു ഹാപ്പി പൗസ്.